രാജീവ് തോറ്റു കഴിഞ്ഞാൽ സംഭവിക്കാൻ നഷ്ടം കേരളത്തിലാണ്. ബിജെപിയുടെ മാത്രമല്ല കാലഘട്ടത്തിന്റെ ആവശ്യമാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള അതെ, കേരളം ആഗ്രഹിക്കുന്ന ലീഡർഷിപ്പും ബിജെപിക്ക്. ഇന്നല്ലേ നാളെ കേരളത്തിൽ ബിജെപി വരും. അതിൽ ഏത് പാർട്ടി നിഷ്പ്രഭമാകും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നല്ല കെട്ടുറപ്പില്ലാത്ത പാർട്ടി, നിരന്തരമായി തോൽക്കുന്ന പാർട്ടി നിഷ്പ്രഭമാകും ഏതാണെങ്കിലും. അപ്പൊ ബിജെപിയിൽ തടഞ്ഞു നിർത്താൻ പറ്റില്ല. കാരണം ബിജെപി പാൻ ഇന്ത്യൻ ഫോഴ്സ് ആണ്. മലയാളികളുടെ മനസ്സിൽ ദേശീയതയും ഇപ്പോൾ വളരെ ശക്തമാണ്. ഞാൻ കേട്ടത് അമിത്ഷാ പറഞ്ഞത് നിങ്ങൾ ആദ്യം റിസൾട്ട് കൊണ്ടുപോകാം. അവർ തൃശ്ശൂർ റിസൾട്ട് കാണിച്ചു കൊടുത്തു, പകരം കുര്യനെ മന്ത്രിയെ. അപ്പൊ തന്നെ റിസൾട്ട് പ്രതിഫലവും കിട്ടും. അതൊരു നല്ല സൈൻ ആണ്. ബിജെപിക്ക് ഒരു രാജീവ് ചന്ദ്രശേഖർ രീതി കൈവരേണ്ടത് അനിവാര്യവുമാണ്. അത് അനിവാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ബിജെപിക്ക് അല്ലാതെ വേണ്ടത്, ഇവിടെയുള്ള സെക്യുലർ സൊസൈറ്റിക്കാണ് രാജീവിനെ പോലെയുള്ള ഒരു ബിജെപി ലീഡർ ആവശ്യമാണ്. രാജീവിനെ പോലെ ടെക്നോക്രാറ്റ് കേരളത്തെ പറ്റിയ ഒരാൾ. സ്ട്രാറ്റജി വളരെ പോസിറ്റീവ് പൊളിറ്റിക്സ്, നെഗറ്റീവ് അല്ല. അത് മനസ്സിലാക്കേണ്ടത് ബാധ്യത ഇവിടെ സെക്യുലർ സംബന്ധം നിങ്ങൾക്കും ഇവിടെ മൈനോറിറ്റീസിനാണ്. മനസ്സിലാക്കിയാൽ